നമസ്കാരം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് LPP-യുടെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ മെത്തേഡാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് LPP-യിലെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ മെത്തേഡ് വഴി എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലമാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 8. The budgeted data relating to two products manufactured by a company for a month are as under. ഒരു കമ്പനിയുടെ രണ്ട് പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഒരു മാസം ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് എ ഈസ് ₹300 ആൻഡ് പ്രോഡക്റ്റ് ബി ഈസ് ₹200. വേരിയബിൾ മാനുഫാക്ചറിംഗ് കോസ്റ്റ് 160 ഫോർ പ്രോഡക്റ്റ് എ and 60 for product B, and sales commission ₹60 for product A and 40 for product B. ഇതാണ് ആ കമ്പനിയുടെ സെയിൽസിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും സെയിൽസ് കമ്മീഷൻ്റെയും സിറ്റുവേഷൻ എന്ന് പറയുന്നത്. then അടുത്ത് പറയുന്നത് ഈച്ച് യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻക്വയർ കോസ്റ്റ് ഇൻ ദ കമ്പനീസ് ടു ഡിപ്പാർട്ട്മെൻറ്റ് P ആൻഡ് Q. രണ്ട് കമ്പനികളുടെയും ഈ രണ്ട് പ്രോഡക്റ്റുകളുടെയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് സംഭവിക്കുന്നത്. അതായത് പ്രോഡക്റ്റ് എ പിയിലും ക്യൂവിലും വർക്ക് ചെയ്യണം, പ്രോഡക്റ്റ് ബിയും പിയിലും ക്യൂവിലും വർക്ക് ചെയ്യണം. ദ ടോട്ടൽ കപ്പാസിറ്റി അവൈലബിൾ ഫോർ ദ മന്ത് അണ്ടർ റിവ്യൂ ഈസ് ബഡ്ജറ്റഡ് ടു ബി 1400 ഹവേഴ്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് പി ആൻഡ് 2000 ഹവേഴ്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെയും ആ അവൈലബിൾ ടൈം എന്ന് പറയുന്നത്, രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് പിയിൽ 1400ഉം ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിൽ 2000 ഹവേഴ്സും എന്നാണ് പറയുന്നത്. സോ അത് നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആണ്. അതായത് പിയിൽ എയ്ക്കും ബിക്കും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈം 1400ഉം അതേ കണക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിൽ എയും ബിയും പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയം മാക്സിമം അവൈലബിൾ 2000ആണ്. അതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. അടുത്ത പറയുന്നത് the capacity cost amounting to ₹14,000 and 20,000 respectively per month for P and Q irrespective of the level of usage made of it. അതായത് യൂസേജ് എന്നുള്ളൊരു മാറ്റർ അല്ല, എത്ര യൂസേജ് ആണെങ്കിലും അവരുടെ കപ്പാസിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 14,000 20,000. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഫിക്സഡ് കോസ്റ്റായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് 14,000ഉം 20,000ഉം തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെയിൽസ് കമ്മീഷൻ ആദ്യമേ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിനെയും നമുക്ക് സെയിൽസ് കമ്മീഷൻ സെയിൽ അനുസരിച്ച് കൂടുന്നതുകൊണ്ട് നമുക്ക് രണ്ടിനെയും തൽക്കാലം വേരിയബിൾ കോസ്റ്റ് തന്നെ അസ്യൂം ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് അത് നമുക്ക് ലാസ്റ്റാണ് ആവശ്യം വരുന്നത് ഫിക്സഡ് കോസ്റ്റിൻ്റെ കേസിൽ. ഇനി അടുത്തത് നമ്പർ ഓഫ് ഹവേഴ്സ് റിക്വയർഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു കംപ്ലീറ്റ് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് ആസ് അണ്ടർ. ഒരു മാസം, അതായത് നമ്പർ ഓഫ് ഹവേഴ്സ് റിക്വയർഡ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര ടൈം എടുക്കും ടു കംപ്ലീറ്റ് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് പി ആൻഡ് ക്യൂ, എ ബി എന്ന് പറഞ്ഞ് രണ്ട് പ്രോഡക്റ്റും തന്നിരിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് പിയിൽ എ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മണിക്കൂറും ബി യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 4 മണിക്കൂറും എടുക്കും. അത് കണക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിൽ എ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5 മണിക്കൂറും ബി യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 4 മണിക്കൂറും എടുക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് ദ മാക്സിമം ഔട്ട്പുട്ട് വിച്ച് ദ കമ്പനി ക്യാൻ സെൽ ഇൻ ദ മന്ത് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 400 യൂണിറ്റ് എയ്തർ ഓഫ് ദി പ്രോഡക്റ്റ്. രണ്ട് പ്രോഡക്റ്റിനും മാക്സിമം ഔട്ട്പുട്ട് ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 400 യൂണിറ്റാണ്. അത് അടുത്ത കൺസ്ട്രെയിൻ്റ് ആണ്. എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു മാസം മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് 400 യൂണിറ്റ്. എക്സ് അല്ല, എ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അത് കണക്ക് ബി എന്ന് പറയുന്ന പ്രോഡക്റ്റും ഒരു മാസം മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 400 യൂണിറ്റാണ്. ആൻഡ് യു ആർ റിക്വയർഡ് ടു ഫോർമുലേറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് LPP മോഡൽ അണ്ടർ ആൻഡ് സോൾവ് ഇറ്റ് ഗ്രാഫിക്കലി ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ പ്രോഡക്റ്റ് മിക്സ് ആൻഡ് പ്രോഫിറ്റ്. നമ്മളോട് പറയുന്നത് LPP ഫോം ചെയ്യാനും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ്. ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് അനുസരിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് സൊല്യൂഷൻ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഒപ്റ്റിമൽ പ്രോഡക്റ്റ് മിക്സ് ആൻഡ് പ്രോഫിറ്റ്, ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എയും ബി എന്ന് പറയുന്ന രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്, അവരുടെ സെയിൽസ് ഡീറ്റെയിൽസും വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. പിന്നീട്
രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിയും ക്യൂവും. ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് എന്ന് പറയുന്നത് പിയിൽ 1400 ക്യൂവിൽ 2000 ആണെന്ന് പറഞ്ഞു. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 14,000 20,000 ആണ്. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മണിക്ക് എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മണിക്കൂറും ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 4 മണിക്കൂർ എടുക്കുക, ഇത് ഓരോ യൂണിറ്റ് വീതം പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിൽ എയുടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5 അവറും ബിയുടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 4 അവറും എടുക്കും. മാക്സിമം എ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ഒരു മാസം മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന 400 യൂണിറ്റാണ്. അതുപോലെ ബി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതും 400 യൂണിറ്റാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിമൽ പ്രോഡക്റ്റ് മിക്സ്, അതായത് എ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്നും ബി എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ഏറ്റവും ബെസ്റ്റ് ലെവൽ ഏതാണ്. രണ്ടും 400 അല്ല, എ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം ബി എത്ര പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്താലായിരിക്കും നല്ല ലെവലെത്തുന്നത്, അതാണെങ്കിൽ ബിയും എത്ര പ്രൊഡ്യൂസ്, അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഏത് ലെവൽ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് എയും ബിയും പ്രൊഡ്യൂസ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കമ്പനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ മാക്സിമൈസേഷനാണ് കാണേണ്ടത്, പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുന്നത്. സോ മാക്സിമൈസേഷൻ സെഡ് ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനകത്തുള്ള പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഗ്രാഫിക്കൽ മെത്തേഡ് അനുസരിച്ച് LPP എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഗ്രാഫിക്കൽ സൊല്യൂഷൻ മെത്തേഡ്. ഗ്രാഫിക്കൽ സൊല്യൂഷൻ മെത്തേഡ്. ഗ്രാഫിക്കൽ സൊല്യൂഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ ആ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മുടെ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ആദ്യം വേണ്ടത് മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ, അതായത് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ ഓർ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ് കമ്മീഷൻ ഇത്തരം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയും. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമൈസേഷൻ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. മാക്സിമൈസേഷൻ ഫംഗ്ഷൻ. അപ്പൊ മാക്സിമൈസേഷൻ അതായത് ഒരു പ്രോഡക്റ്റിൽ നിന്നും ഇപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട് ഇവിടെ, പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. പ്രോഡക്റ്റ് എയിൽ നിന്നും പ്രോഡക്റ്റ് ബിയിൽ നിന്നും നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും, ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇൻ അവർ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വി ഹാവ് ടു അനലൈസ് ദ കോൺട്രിബ്യൂഷൻ അനാലിസിസ്. വി ഹാവ് ടു കണ്ടക്ട് ദ കോൺട്രിബ്യൂഷൻ അനാലിസിസ്. കോൺട്രിബ്യൂഷൻ അനാലിസിസ്. കോൺട്രിബ്യൂഷൻ അനാലിസിസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് തരം പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പൊ പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. നമുക്ക് രണ്ട് തരം പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ പറയാം, പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. ഇവിടെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്ര രൂപ വീതമുള്ളത്? 300 ആണ് പ്രോഡക്റ്റ് എക്ക്, അതുപോലെ 200 ആണ് പ്രോഡക്റ്റ് ബിക്ക്. സെല്ലിംഗ് പ്രൈസ് എക്ക് 300, ബിക്ക് 200 rupees. Then വേരിയബിൾ മാനുഫാക്ചറിംഗ് കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 160 rupees ഫോർ പ്രോഡക്റ്റ് എ ആൻഡ് 60 rupees ഫോർ പ്രോഡക്റ്റ് ബി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് അതിന്റെ വേരിയബിൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിഡക്ട് ചെയ്യാനുള്ളതാണ്. ലെസ് വേരിയബിൾ കോസ്റ്റ് 160 ഫ്രം പ്രോഡക്റ്റ് എ ആൻഡ് 60 ഫ്രം പ്രോഡക്റ്റ് ബി. ആൻഡ് അറ്റ് ദ സെയിം ടൈം സെയിൽസ് കമ്മീഷൻ, അഗെയിൻ ലെസ് സെയിൽസ് കമ്മീഷൻ. സെയിൽസ് കമ്മീഷൻ എന്ന് പറയുന്നത് 60 rupees for product A and 40 rupees for product B. So the contribution is for product A. Here the total is rupees 160 plus 60 is equal to 220, right? 220. So the difference between 300 and 220 is equal rupees 80. 80 is the contribution of product A, and then in case of product B, variable cost and sales commission is rupees 100, and while deducting these variable and sales commission from the sales price, we will get the contribution as rupees 100.
So this is the contribution per unit or per product. From product A, we will get a contribution of rupees 80, and in case of product B, we will get a contribution of rupees 100. Okay, this is the first step, that is contribution analysis. So let X1 is X1 be product A and X2 be product B. Let's consider X1 be the product A and X2 be the product B. So we can construct the objective function as maximization Z is equal to 80x1 plus 100x2. This is the maximize, or this is the objective function of this equation, this problem. That is maximization Z is equal to 80x1 plus 100x2. So our objective is to maximize the contribution. എത്ര x1 വിൽക്കാം, എത്ര x2 വിൽക്കാം, അത് രണ്ടും കൂടെ വിൽക്കുമ്പോൾ മാക്സിമം എത്ര പ്രോഫിറ്റ് കിട്ടാം. അങ്ങനെയാണെങ്കിൽ x1 എത്ര പ്രോഡക്റ്റ് നമ്മൾ വിൽക്കണം, x2 എത്ര പ്രോഡക്റ്റ് വിൽക്കണം, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ. x2 മാത്രം വിറ്റാൽ നമുക്ക് 100 റുപ്പീസ് വീതം കിട്ടിക്കൊണ്ടിരിക്കും. x1 മാത്രം വിട്ടാൽ നമുക്ക് 80 റുപ്പീസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഏതാണ് ഏറ്റവും നല്ല ഒരു നമ്പർ? x1 എത്ര എണ്ണം വിൽക്കണം, x2 എത്ര എണ്ണം വിൽക്കണം? അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഈ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. സോ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെറ്റ് ദ കൺസ്ട്രെയിൻറ്റ്സ്. ഓക്കെ, അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെറ്റ് ദ കൺസ്ട്രെയിൻറ്റ്സ്. സോ അവർ മാക്സിമൈസേഷൻ objective is maximization Z is equal to 80x1 plus 100x2 subject to the constraints that from our question it is given that the maximum available hours for department B, we have two department P and Q. The maximum available hours for department P is 1400 to produce both A and B. To produce the product both A and B, department B involves maximum 1400 hours. Department Q, it have maximum 2000 hours in department Q. So that is the constraints. Maximum available time in case of P, department P is 1400 and department Q, that is 2000. So before going to calculate, we need to construct the equation for solving the objective function. We need to construct the constraints. So here our constraint is that department P have 1400 hours and department Q have 2000 hours. And also at the same time, for producing product A, department A P required 2 hours, and for producing product B, department P required 4 hours. And at the same time, department Q take 5 hours for producing product A, and department Q take 4 hours for producing product B. Okay, so that is the another constraint. Okay, so we can set the constraint is that 2x1 plus 4x2 plus 4x2 less than or equal to 1400. This is the case of department P. That means x1, in case of x1, department P takes 2 hours, and in case of x2, department take 4 hours, and maximum available time is 1400 hours. So our first constraint is that 2x1 plus 4x2 less than or equal to 1400. അതായത് maximum 1400 വരെ equal വരെ ആകാം, അതിനപ്പുറം നമ്മുടെ കയ്യിൽ അവൈലബിൾ ടൈം ഇല്ല. And another concern is that in case of department Q, that is 5x1 plus 4x2 less than or equal to 2000. That is the another constraint. That means department Q take 5 hours for producing product x1 and 4 hours for producing x2. So this is the constraint. And the another concern is that
the maximum output which the company can sell in the month is restricted 400 unit. ഒരു മാസം ആ കമ്പനി വിൽക്കാൻ കഴിയുന്ന മാക്സിമം യൂണിറ്റ് എന്ന് പറയുന്നത് 400. അപ്പോൾ എക്സും വൈയും ഒരിക്കലും 400ൽ കൂടുതലാകാൻ പാടില്ല. സോ ദി അനദർ കൺസെപ്റ്റ് ഈസ് ദാറ്റ് x1 less than or equal to 400 and x2 less than or equal to 400. രണ്ടിന്റെയും സിറ്റുവേഷൻ പറയുന്ന അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 400 യൂണിറ്റിൽ കൂടുതൽ വിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. ആൻഡ് അറ്റ് ദ സെയിം ടൈം x1 ആൻഡ് x2 എന്തായിരിക്കണം? നോൺ നെഗറ്റീവ് ഫിഗർ ആയിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദിസ് ഈസ് ദ കൺസ്ട്രെയിന്റ്. ഓക്കെ, ദിസ് ഈസ് ദ constraint. From this concept we can make or we can construct a graph for solving the solution, for finding out the solution, that is the optimum product mix and what is the optimum product mix and profit. That is what we want to calculate. What is the optimum product mix and what is the profit? Okay, this is the constraints. Our objective function is maximum z is equal to 80x1 plus 100x2 and subject to the constraint that 2x1 plus 4x2 less than or equal to 2400 and 5x1 plus 4x2 less than or equal to 2000 and maximum product or maximum output in a month is it should be less than or equal to 400 in case of 4-1 and x2 it should be 400 or less than 400 and x1 and x2 should be a non-negative figure, that is called it is greater than or equal to 0. This is the objective function and constraints. Okay. Then taking each equation of the above equations, that is our first equation, 2x1 plus 4x2 less than or equal to 1400. This is our first equation. Put 0. I put 0 to x1. That is, let us consider that x1 is equal to 0. We are going to solve the problem with the help of a graph. So we need to find out the value of x1 and x2. So let us consider that x1 be 0. Then what is x2? By applying the equation we can calculate the value of x. 2 into x1 is equal to 0. So 2 into 0 plus 4 into x2 equal to, we can assume that it is equal to 1400. Okay, we assume that it is 1400, equal to 1400. So that is the maximum value. So we can assume that it is 1400. So in this case, we are putting the value x1 is equal to 0. Then 2 into 0 plus 4 into x2 is equal to 1400. Therefore, so 2 into 0 is equal to 0. So x1 is cancelled. Then we can find 4x2 is equal to 1400. Therefore, x2 equal to 1400 divided by 4. That is equal to 350. Right. 1400 divided by 4 is equal to 350. So here is the value. So the value is that 0, 350. That is the first unit. Then we are putting 0 to x2. നമ്മൾ മുമ്പ് കൊടുത്തിരുന്നത് x1-നാണ് 0 കൊടുത്തത്. x2-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? That means our equation was 2x1 plus 4x2 equal to 1400. So here we are putting x2 as 0. So 2x1 plus 4 into 0 equal to 1400. Therefore x1 equal to 1400 divided by 2, that is 700. So ഇവിടെ നമുക്ക് രണ്ട് പേര് കിട്ടാണ്. ആദ്യത്തെ പേർ എന്ന് പറയുന്നത് 0, 350. രണ്ടാമത്തത് 700, 0. എപ്പോഴും നമ്മൾ x1-നെ ആദ്യം എഴുതണം, x2-നെ രണ്ടാമത് എഴുതണം. ആദ്യത്തെ കേസിൽ നമ്മൾ x1-ന് 0 എന്നുള്ള വാല്യൂ എടുത്തപ്പോൾ x2 350 കിട്ടി. രണ്ടാമത്തെ കേസിൽ x2-ന് 0 എന്ന് എടുത്തപ്പോൾ x1 700 എന്ന് കിട്ടി. ഓക്കെ, ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. then നമുക്ക് നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ what is our next equation? then our next equation 5x1 plus 4x2 less than or equal to 2000.
നമ്മൾ അതിനെ ഈക്വൽ അങ്ങ് ഈ ലെസ് ദാൻ അങ്ങ് മാറ്റിട്ട് നമ്മൾ ഈക്വൽ പറയുകയാണ്. 5x1 plus 4x2 is equal to 2000. Then we are putting 0 into x1. x1 is equal to 0. Then 5 into 0 plus 4x2 is equal to 2000. Therefore, x2 equal to 2000 divided by 4, that is equal to 500. So, we got the value 500. And we are putting 0 to x2. x2 is equal to 0. Then we can find the equation, the value of x1. We can find the value of x1. 5 into 5x1 plus 4 into 0 is equal to 2000. Therefore, x1 equal to 2000 divided by 5 is equal to 400. So, we got the another values. The value of x1 and x2, that is in first case x1 0, x2 500. Then the second case x1 400 and x2 0. ക്ലിയർ ആയല്ലോ? ഇവിടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ x1 x2 വേരിയബിൾ നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഇതുപോലെ x1 x2 0 കൊടുത്തപ്പോൾ ആദ്യത്തെ 0 500, രണ്ടാമത്തെ 400 0 എന്നുള്ള രണ്ട് വേരിയബിൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാം. ഈ ഒരു വാല്യൂയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമുക്കിവിടെ കിട്ടിയ ഫിഗറുകളെല്ലാം പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വാല്യൂയിലേക്ക് പോകാം. ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. $100, $200, $300, $400, $500, $600, $700. നമുക്ക് മാക്സിമം കിട്ടി. ഇവിടെ 100, 200, 300, 400, 500, 600, 700. ഇവിടെ ഞാൻ എഴുതാണ് 200, 300, 400, 500, 600, 700. Then 100, 200, 300, 400, 500, 600, 700. നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ കേസിൽ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് x, നമ്മുടെ ആദ്യത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 0 350. രണ്ടാമത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 700 0. ഇത് ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത്. രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത് 0 500, then 400 0. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത്. ഇതാണ് രണ്ട് വാല്യൂസ്. നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലേക്ക് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0 350. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ ആദ്യത്തെ പോയിന്റ് x0. ഇതാണല്ലോ 0 വാല്യൂ. ഇതാണല്ലോ x ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് x1 എന്ന് പറയാം, ഇത് x2 എന്ന് പറയാം. ഓക്കെ, അതായത് x ആക്സിസ് y ആക്സിസ്. ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ x ആക്സിസ് y ആക്സിന് ഇവിടെ x1 എന്നും x2 എന്നും പറയും. x എന്നും y എന്നും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 350. x 350 ഈ 0യിലും y 350യിലും വരണം. x 0യും y 350യിലും വരണം. അതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. 350 എന്ന് പറയുമ്പോൾ ഇത് രണ്ടിന്റെ മിഡിൽ ഇതാ 0ലായതുകൊണ്ട് ഈ ലൈനിലായിരിക്കും നമ്മുടെ ആദ്യത്തെ ലൈൻ വരുന്നത്. 0 ആയതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ 0 350 എന്ന് പറയുമ്പോൾ ഇതാണ്ട് ഈ പോയിന്റ് വരും. രണ്ടാമത്തെ 700 0. അപ്പൊ y 0 ആണ്. ഓക്കെ, അപ്പൊ y 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് തന്നെ, y യുടെ 0. x 700 ആവുന്നത്. x 700 എന്ന് പറയുമ്പോൾ തന്നെ ഈ പോയിന്റിൽ വരും. ഓക്കെ, നമുക്ക് അവർ രണ്ടുപേരും കൂടെ ചേർത്തൊരു ലൈൻ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു. ആ ഇക്വേഷന് ഞാനൊരു പേര് പറയുകയാണ് 2x1 plus 4x2 greater than less than or equal to 1400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിന്റെ താഴെയുള്ള പോർഷനാണ് 1004 ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ 1400 എന്നുള്ള ലെവലാണ്. ദിസ് ഈസ് ദ മാക്സിമം ലെവൽ. ഓക്കെ, ഈ 350 എന്നുള്ള പോയിന്റും 700 എന്നുള്ള പോയിന്റും അത് മാക്സിമം. അതായത് എക്സ് 700 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, വൈ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വൈ 350 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, എക്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലാത്ത സിറ്റുവേഷൻ. 1400 മാക്സിമം ആണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാഫിന്റെ താഴെയുള്ള പോർഷൻ ആണ് നമ്മുടെ ഈ ഇക്വേഷന്റെ ഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? ഇനി ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇക്വേഷന്റെ മുകളിലുള്ള ഭാഗമാകുമായിരുന്നു. ഇത് ലെസ് ദാൻ എന്ന് പറയുന്നെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഭാഗമാണ് നമ്മളുടെ ഈ ഇക്വേഷന് മീനിങ് ഫുൾ ആക്കുന്ന ഇത്രയും ഭാഗമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് കഴിഞ്ഞാൽ എക്സ് 0 വൈ 500. എക്സ് 0 വൈ 500 താണ്ട് ഈ പോയിന്റിൽ വരും. ഓക്കെ, ദെൻ രണ്ടാമത്തത് എക്സ് 400 വൈ 0, വൈ 0 എക്സ് 400 താണ്ട് ഈ ലെവൽ വരും. ഇവരെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദി അനദർ ഇക്വേഷൻ. 5x1 x1 plus 4x2 less than or equal to 2000. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000. 5x1 plus 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000. ദാറ്റ് ഈസ് ദി അനദർ ഗ്രാഫ്. ലെസ് ദാൻ ആയതുകൊണ്ട് ഇതിന്റെ താഴെയുള്ള പോർഷൻ ആണ് നമുക്ക് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, ഇത്ര ഏരിയ എന്ന് പറയുന്നത് ഈ ഇക്വേഷനെ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുള്ളൂ. കാരണം ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇതിന്റെ ഈ വരയുടെ താഴെ വരണം. അതുപോലെ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇക്വേഷനെ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുള്ളൂ. ഈ ഏരിയ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നില്ല. ഈ രണ്ട് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്ട ഈ പോയിന്റുകളാണ്, ഈ 4 പോയിന്റുകളാണ്. അതുകൊണ്ടാണ് ഇതിനെ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കോർണർ പോയിന്റ്സുകൾ ഒന്ന് പരിഗണിച്ചാൽ, കോർണർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ പി എന്നും ഇത് ക്യൂ എന്നും ഇത് ആർ, പി ക്യൂ ആർ എന്ന് പറയുന്ന 4 പോയിന്റുകൾ നമുക്ക് ഇവിടെ 0 അല്ലെങ്കിൽ ഒ എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. പി ക്യൂ ആർ എന്ന് പറയുന്ന 3 കോർണർ കിട്ടി. 4ാമത്തെ കോർണർ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്, 0യിൽ തുടങ്ങുന്ന പോയിന്റ്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്കുള്ള ഏത് തരത്തിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് പറ്റും. പക്ഷെ ഇതിന്റെ 4 കോർണറിലാണ് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ അകത്ത് വരുന്നതെല്ലാം ഈ പ്രോഫിറ്റിന്റെ അകത്തുള്ളിൽ നിൽക്കുന്നതാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ താഴെ വരുന്നതാണ്. ഈ 4 കോർണറുകൾ ഉണ്ടല്ലോ, ഇതാണ് അതിന്റെ ഏറ്റവും മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു മാക്സിമം ലെവൽ ഉണ്ട്, ഇവിടെ ഒരു മാക്സിമം ലെവൽ ഉണ്ട്, ഇവിടെ ഒരു മാക്സിമം ലെവൽ ഉണ്ട്, ഇവിടെ ഒരു മാക്സിമം ഉണ്ട്. നമുക്ക് 4 പോയിന്റ്സ് ഒന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ പിയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, പിയുടെ അവസ്ഥ എന്ന് പറയുന്നത് x1 0 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, x2 എത്രയാണ്? x2 എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 350 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒന്നാമത്തെ സിറ്റുവേഷൻ പറയുന്ന അതാണ്. ഒന്നാമത്തെ പി എന്ന് പറയുന്ന പോയിന്റ് പറയുന്ന അതാണ്. ക്യൂ എന്ന പോയിന്റ് പറയുന്നത് എന്താണ്? ആ പോയിന്റ് സത്യം നമുക്ക് അറിയത്തില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ആ പോയിന്റ് എക്സാക്ട് നമുക്ക് അറിയത്തില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ആർ എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, x1 നമുക്ക് 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, x2 0 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഒരു പ്രോഫിറ്റ് കിട്ടും തീർച്ചയായിട്ടും. ക്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. അവിടെ നമ്മൾ 1 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. 0x-ഉം 0y-യും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. ഈ 3 പോയിന്റുകളാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇതിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ എക്സിന്റെയും വൈയുടെയും രണ്ടിടത്തും എക്സിനും ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം എക്സിന് 0 എടുത്തപ്പോൾ വൈക്ക് 350 കിട്ടി, വൈക്ക് 0 എടുത്തപ്പോൾ എക്സ് 700 കിട്ടി. അത് നമ്മൾ ഗ്രാഫിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2x1 plus 4x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 14,400 റുപ്പീസ് എന്നുള്ളത് നമുക്ക് ഇത് 0യും y 350 ഈ പോയിന്റും അടുത്ത എക്സ് 700ഉം y 0യും വന്നപ്പോൾ ഈ പോയിന്റും വെച്ച് നമ്മൾ ആദ്യം 350 ഈ പോയിന്റും വെച്ച് കണക്ട് ചെയ്തു. ദെൻ അടുത്ത ഇക്വേഷൻ 0 500 400 0 നമ്മൾ ഇക്വേഷൻ കിട്ടിയപ്പോൾ നമ്മൾ 500ഉം 400 എന്നുള്ള 2 പോയിന്റുകളായിട്ട് അതും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ആ പോയിന്റ് കണക്ട് ചെയ്ത് മനസ്സിലായത് 0 y 500 ഇവിടെ അപ്ലൈ ചെയ്തു. ദെൻ എക്സ് 400 y 0. അപ്പൊ ഇത് രണ്ടുകൂടെ ചേരുന്ന പോയിന്റ് ഇതായതുകൊണ്ട് അവിടെ നമ്മൾ കണക്ട് ചെയ്തു, അത് തമ്മിൽ ചേർത്ത് വരച്ചു. എന്നിട്ട് നമ്മൾ ഓരോ റീജിയൻ നോക്കണം. ലെസ് ദാൻ ആയതുകൊണ്ട് രണ്ടിന്റെയും താഴത്തെയുള്ള ഭാഗമാണ് നമ്മുടെ ആൻസർ പോർഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സൊല്യൂഷൻ പോർഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ആണ് രണ്ടിന്റെ മുകളിൽ വന്നതിന്. ഇനി ആ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ x1 plus 4x2 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 400 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ലൈന്റെ താഴെ വരുന്ന പോർഷൻ ആണ്. ഇത്ര ഏരിയ എന്ന് പറയുന്നത് ഇതിനെ മാത്രമേ, ഈ ഒരു ഇക്വേഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ.
അതുപോലെ ഈ ലൈൻ നോക്കുവാണെങ്കിൽ ഇത്ര ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. രണ്ട് ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ 4 പോർഷൻ ആണ്. അതിന്റെ 4 കോർണറുകളെ ഞാൻ PQR എന്ന് രേഖപ്പെടുത്തി. 4 കോർണർ എടുത്ത് എഴുതുമ്പോൾ P എന്നുള്ള പോയിന്റ് അവസ്ഥ x1 0 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും x2 350 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. Q എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആറിന്റെ അവസ്ഥ x1 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, x2 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല, 0 യൂണിറ്റിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഇനി നമുക്ക് ആ ക്യൂവിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ക്യൂവിനെ കണ്ടുപിടിക്കാൻ പോകും. നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ പഴയ ഇക്വേഷൻ എടുത്തുന്ന എഴുതുവാണ്. 2x1 plus 4x2 ഈക്വൽ ടു 1400 ഈക്വൽ ആണ് ഞാൻ എഴുതുന്നത്, കാരണം അതിന്റെ മാക്സിമം ആണ് പറയുന്നത്. അതുപോലെ 5x1 plus 4x2 ഈക്വൽ ടു 2000. രണ്ട് വേരിയബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒരു വേരിയബിളിനെ ക്യാൻസൽ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഒരേ വാല്യൂ നിൽക്കുന്നത് 4 ഉം 4 ആണ്. ഇവിടെ ഇതിന്റെ രണ്ടിന്റെ കോയിഫിഷ്യന്റ് 4 വീതമാണ്. ഇത് രണ്ടിന്റെ കോയിഫിഷ്യന്റ് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചെഴുതി. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടും ഈക്വൽ ആയിട്ട് ഇത് 0 ആയി പോകും. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2x-നകത്തുനിന്ന് 5x1 കുറച്ചു കഴിഞ്ഞാൽ -3x1 ഈക്വൽ, കാരണം ഇവിടെ രണ്ടും ക്യാൻസൽ ആയി പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 600 is the answer. അതായത് -600. Therefore, x1 is equal to -600 divided by -3, that is equal to 200. x1 എത്രയായി? 200 എന്ന് കിട്ടി. x1 200 ആണെങ്കിൽ x2 എത്ര ആയിരിക്കും? നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനോട് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനോട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2 നെ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഇക്വേഷനോട് നമ്മൾ അപ്ലൈ ആണ്. 2x1 plus 4x2 equal to 1400 and 2 into 200 plus 4x2 is equal to 1400. Then 4x2 equal to 1400 minus 400. Therefore, x2 equal to 1000 divided by 4, that is equal to 250. 250. So, നമുക്കിവിടെ x എന്ന് പറയുന്നത് 200 എന്നും y എന്ന് പറയുന്നത് 250. നമ്മുടെ q എന്നുള്ള പോയിന്റിന് രണ്ട് വാല്യൂ കിട്ടി. x1 എന്ന് പറയുന്നത് 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, x2 എന്ന് പറയുന്നത് 250 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ക്യൂവിന്റെ പോയിന്റ് കണ്ടുപിടിച്ചല്ലോ. നമുക്കെങ്കിൽ ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കാം. ലാസ്റ്റ് അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി, then contribution total. ഞാൻ 4 ഹെഡിങ് കാണിക്കുകയാണ്. പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി, കോൺട്രിബ്യൂഷൻ, ടോട്ടൽ. 4 പോയിന്റുകൾ എടുക്കാണ്. നമുക്ക് 3 പോയിന്റ് എടുത്താൽ മതി. 3 പോയിന്റ് നമുക്കുള്ളൂ. ഒന്നാമത്തെ പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സ് 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എക്സ് നമുക്കൊന്നും ചെയ്യാനില്ല. വൈ 350 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു അല്ലെ. 350 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോൺട്രിബ്യൂഷൻ, നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80x1 plus 100x2 എന്നായിരുന്നു. അതായത് x1ന്റെ പ്രോഫിറ്റ് 80 ഉം x2ന്റെ പ്രോഫിറ്റ് 100 ഉം. ഇവിടെ നമ്മൾ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണല്ലോ x2 അല്ലെ, ബി അല്ലേ x2. അപ്പോ ബിയുടെ പ്രോഫിറ്റ് എത്ര? 100. അപ്പൊ 350 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ 100 എന്ന് പറയുമ്പോൾ നമുക്ക് 35,000 റുപ്പീസ് കിട്ടും. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പരിഗണിച്ചാൽ നമുക്ക് ലാഭം 35,000 റുപ്പീസ് കിട്ടും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. എക്സ് 200 വൈ 250 യൂണിറ്റും അല്ലെ. 200ന് 80 റുപ്പീസ് ആണ് കിട്ടുന്നത്. അപ്പൊ 80 into 200 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 16,000. Then 100 into 250 ആണെങ്കിൽ നമുക്ക് 25,000. ടോട്ടൽ നമുക്ക് എത്ര രൂപ കിട്ടും? 41,000. അടുത്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് 41,000 ആണ്. ഇനി ആർ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 80 into 400 32,000 പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്.
അപ്പോൾ നമുക്ക് നേരിട്ട് ടോട്ടൽ കൊടുത്തിട്ട് എഴുതാം 32,000 പ്രോഫിറ്റ്. നോക്ക്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ആ ക്യൂവിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എ 200 യൂണിറ്റും ബി 250 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 41,000 പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ് മനസ്സിലാക്കാൻ കഴിയും. സോ ക്യൂ എന്ന് പറയുന്നതാണ് അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേർന്നു. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ആ ഒപ്റ്റിമൽ ലെവലിൽ എത്തിച്ചേരാനും അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒപ്റ്റിമം പ്രോഡക്റ്റ് എത്രയാണെന്ന് കണ്ട് പ്രോഡക്റ്റ് മിക്സ് എത്രയാണെന്നും അതുപോലെ തന്നെ പ്രോഫിറ്റ് എത്രയായിരിക്കും. നമ്മുടെ ഒപ്റ്റിമം പ്രോഡക്റ്റ് മിക്സ് എത്രയാണ്? 200x x1 200 x2 250. അതായത് പ്രോഡക്റ്റ് എ 200 പ്രൊഡ്യൂസ് ചെയ്യണം, പ്രോഡക്റ്റ് ബി 250 പ്രൊഡ്യൂസ് ചെയ്യണം. പ്രോഫിറ്റ് 41,000 റുപ്പീസ് കിട്ടും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can calculate the optimum solution. So the optimal solution എന്ന് പറയുന്നത് ആദ്യം പറയണം ഒപ്റ്റിമൽ പ്രോഡക്റ്റ് മിക്സ്. ഒപ്റ്റിമൽ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് എ 200 യൂണിറ്റ് ആൻഡ് ബി 250 യൂണിറ്റ്. ഒപ്റ്റിമം പ്രോഡക്റ്റ് മിക്സ് അതാണ്. എ 200 യൂണിറ്റും ബി 250 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒന്നാമത്തെ തന്നെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഫൈൻഡ് ഔട്ട് ദ ഒപ്റ്റിമം പ്രോഡക്റ്റ് മിക്സ്. വി കാൽക്കുലേറ്റഡ് ദ ഒപ്റ്റിമൽ പ്രോഡക്റ്റ് മിക്സ്, ദാറ്റ് ഈസ് എ 200 യൂണിറ്റ് ആൻഡ് ബി 250 യൂണിറ്റ്. ഇനി കോൺട്രിബ്യൂഷൻ, മാക്സിമം പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് വേരിയബിൾ കോസ്റ്റും സെയിൽസ് കമ്മീഷൻ കുറച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ക്യൂ എന്നുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ 41,000 റുപ്പീസ് ആണ്. നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് എയില് 14,000 റുപ്പീസും ബിയില് 20,000 റുപ്പീസും അല്ലെ, അങ്ങനെ ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ചേർന്നാൽ 34,000 ഈസ് ദ കോൺട്രിബ്യൂഷൻ. സോ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതായത് ഒപ്റ്റിമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 7,000 rupees. This is the optimum profit level എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേർന്നു. ഒപ്റ്റിമം പ്രോഡക്റ്റ് മിക്സ് 400 യൂണിറ്റ് എന്നൂടെ വേണേ പറയാം. ഇത് യൂണിറ്റ് 250 യൂണിറ്റ്. അതുപോലെ നമ്മുടെ ഒപ്റ്റിമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,000. കാരണം ഇവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ അതുകൂടെ നമ്മൾ പരിഗണിക്കണം. 34,000 കഴിഞ്ഞാൽ ബാക്കി 7,000 ഈസ് ദി ഒപ്റ്റിമം പ്രോഡക്റ്റ്, ഒപ്റ്റിമം പ്രോഫിറ്റ്. ഇങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് പ്രകാരം നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 2 വേരിയബിളേ ഉള്ളൂ. 2 വേരിയബിൾ വെച്ചിട്ടേ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് പ്രകാരം സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു.